ഹലോ കുട്ടികളെ, വെൽക്കം ടു സ്കൂൾ ഫൺ ടൈം. നമ്മുടെ യൂണിറ്റ് 1 കഴിഞ്ഞു. ഇനി പോകുന്നത് യൂണിറ്റ് 2ലേക്കാണ്. യൂണിറ്റ് 1 പ്ലേലിസ്റ്റിൽ ഉണ്ടായിരിക്കും. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. യൂണിറ്റ് 2 വോയിസസ് ഇൻ യൂണിസൺ. യൂണിറ്റ് 2 വോയിസസ് ഇൻ യൂണിസൺ. വോയിസ് എന്ന് പറഞ്ഞാൽ എന്താ? ശബ്ദം. വോയിസസ് ഇൻ യൂണിസൺ എന്ന് പറഞ്ഞാൽ ഏകീകൃത ശബ്ദം. ഏകീകൃത ശബ്ദം എന്നാൽ എന്താ? ഒരു കൂട്ടായ്മയുടെ ശബ്ദം. ഇവിടെ ഈ ഫോട്ടോ ശ്രദ്ധിച്ചോ? ഇത് കണ്ടിട്ട് എന്താ തോന്നുന്നേ? ഒരു നായയെ രക്ഷിക്കുന്നതായിട്ട് കാണാം, അല്ലേ? ഇത് ഒറ്റക്കാണോ രക്ഷിക്കുന്നത്? അല്ല, ഇത് ഒരു 4 പേര് ചേർന്നിട്ടാണ് രക്ഷിക്കുന്നത്. ഇതിപ്പോൾ ഒരാൾക്ക് ഒറ്റയ്ക്ക് രക്ഷിക്കാൻ പറ്റുമോ? ഇല്ല, ഇതൊരു തോടാണ്, അല്ലേ? ഇതിൽ നിന്ന് ഒരാൾക്ക് ഒറ്റയ്ക്ക് രക്ഷിക്കാൻ പറ്റൂല. ഒരു കൂട്ടായ്മയായിട്ടാണ് അവർ രക്ഷിക്കുന്നത്. ഒരു ഐക്യത്തോടാണ്, അല്ലേ? യൂണിറ്റി എന്നാൽ എന്താ? ഐക്യം എന്നാൽ എന്താ? എല്ലാവരും ഒത്തുചേർന്ന് പരസ്പരം സഹായത്തോടെ ചെയ്യുന്നതാണ് യൂണിറ്റി, ഐക്യം, അല്ലേ? ഇവിടെ ഹെലൻ കെല്ലർ പറഞ്ഞൊരു വാക്കുണ്ട്, അലോൺ വി ക്യാൻ ഡു സോ ലിറ്റിൽ, ടുഗെദർ വി ക്യാൻ ഡു സോ മച്ച്. അലോൺ വി ക്യാൻ ഡു സോ ലിറ്റിൽ, ടുഗെദർ വി ക്യാൻ ഡു സോ മച്ച്. ഒറ്റയ്ക്ക് നമുക്ക് വളരെ കുറച്ച് കാര്യങ്ങളെ ചെയ്യാൻ പറ്റൂ. എല്ലാവരും ഒരുമിച്ചാൽ നമുക്ക് വളരെയധികം കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. ഈ ഫോട്ടോയിൽ അതല്ലേ കാണുന്നത്? എല്ലാവരും ഒരുമിച്ച് ആ നായയെ രക്ഷിക്കുന്നത് കാണാം. കഥയിലേക്ക് പോവാം. ലുക്ക് അറ്റ് ദി പിക്ചർ. ഈ ഫോട്ടോ ശ്രദ്ധിക്കണേ. ഈ ഫോട്ടോ കണ്ടിട്ട് എന്താ തോന്നുന്നേ? ഇതിലെത്ര പേരുണ്ട്? 5 പേരുണ്ട്. അവരെന്താ ചെയ്യുന്നത്? അവരൊരു വീട് വെച്ച് കളിക്കുകയാണ്, അല്ലേ? അവരൊരു വീടുണ്ടാക്കി കളിക്കുകയാണ്. പക്ഷെ ഇവിടെ ആ വീടിൻ്റെ ഡിസൈൻ ചെയ്യുന്ന എത്ര പേരുണ്ട്? 2 പേരാണ്. ബാക്കിയുള്ളവർ അവരെ സഹായിക്കുന്നത് കാണാം, അല്ലേ? ഈ 2 പേരാണ് വീട് നിർമ്മിക്കുന്നത്. ബാക്കിയുള്ള 3 പേർ അവരെ സഹായിക്കുന്നു. അവർക്ക് വേണ്ട സാധനങ്ങൾ കൊണ്ടുകൊടുക്കുന്നതായിട്ട് കാണാം. ഇതിനെയാണ് യൂണിറ്റി എന്ന് പറയാം. മനസ്സിലായില്ലേ? ഒരു കൂട്ടം ആൾക്കാർ ഒരുമിച്ച് ചെയ്യുന്ന കാര്യത്തിനെയാണ് യൂണിറ്റി എന്ന് പറയാം. നിങ്ങളിങ്ങനെ കൂട്ടായ്മയായി കളിച്ചിട്ടുണ്ടോ? എല്ലാവരും ഒത്തുചേർന്ന് പരസ്പരം സഹായിച്ച് കളിച്ചിട്ടുണ്ടോ? ഓക്കെ, ഇവിടെ ചോദ്യങ്ങളുണ്ട്, നോക്കാം. വാട്ട് ആർ ദ ചിൽഡ്രൻ ഡൂയിങ്? വാട്ട് ആർ ദ ചിൽഡ്രൻ ഡൂയിങ്? കുട്ടികൾ എന്താണ് ചെയ്യുന്നത്? എന്താ ചെയ്യുന്നത്? അവർ കളിക്കുകയാണ്, അല്ലേ? അവർ പരസ്പരം സഹായിച്ച് കളിക്കുകയാണ്. ഡു ദ ചിൽഡ്രൻ ഹെൽപ്പ് ഈച്ച് അതർ? ഡു ദ ചിൽഡ്രൻ ഹെൽപ്പ് ഈച്ച് അതർ? കുട്ടികൾ പരസ്പരം സഹായിക്കുന്നുണ്ടോ? ഉണ്ട്, അല്ലേ? അവരെല്ലാവരും പരസ്പരം സഹായിച്ചിട്ടാണ് ആ വീട് നിർമ്മിക്കുന്നത്. ഹൗ എന്നാണ് ചോദിച്ചത്, എങ്ങനെ എന്നാണ്. ഹാവ് യു വർക്ക്ഡ് വിത്ത് യുവർ ഫ്രണ്ട്സ് ടു മേക്ക് സംതിങ് ഇൻട്രസ്റ്റിംഗ്? ഷെയർ യുവർ എക്സ്പീരിയൻസസ്. നിങ്ങളെ ഫ്രണ്ട്സിൻ്റെ ഒന്നിച്ച് നിങ്ങളിങ്ങനെ രസകരമായി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇങ്ങനെ എന്തെങ്കിലും കളിച്ചിട്ടുണ്ടോ ഫ്രണ്ട്സിൻ്റെ ഒന്നിച്ച്? നിങ്ങളുടെ അനുഭവം പങ്കുവെക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങളിങ്ങനെ കളിച്ചിട്ടുണ്ടോ? ഇങ്ങനെ രസകരമായി കളിച്ചിട്ടുണ്ടോ? നിങ്ങളെ ഫ്രണ്ട്സിൻ്റെ ഒന്നിച്ചോ അല്ല വീട്ടിലോ ഇങ്ങനെ കളിച്ചിട്ടുണ്ടോ? ഓക്കെ, നമുക്ക് അടുത്ത പേജിൽ നോക്കാം. ഇനിയാണ് നമ്മുടെ കഥ ആരംഭിക്കുന്നത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് പഠിക്കണേ. ഹിയർ ഈസ് എ സ്റ്റോറി അബൌട്ട് പീപ്പിൾ ഹു സ്റ്റാൻഡ് ടുഗെദർ ടു മേക്ക് ദെയർ ഹോം സേഫ് ആൻഡ് പീസ്ഫുൾ. വീട് സുരക്ഷിതവും സമാധാനവുമാവാൻ ഒരുമിച്ച് നിൽക്കുന്ന കുറച്ച് ആൾക്കാരുടെ കഥയാണിത്. ഓക്കെ, ദ റെയിൻബോ പീപ്പിൾ. ദ റെയിൻബോ പീപ്പിൾ. ഈ റെയിൻബോ എന്നാൽ എന്താ? റെയിൻബോ എന്നാൽ മഴവില്ലാണ്. പലതരം ആളുകളെയാണ് ഇവിടെ റെയിൻബോ എന്ന് സൂചിപ്പിക്കുന്നത്. ഓക്കെ, എല്ലാവരും ഒരേപോലെയാണോ? അല്ല, എല്ലാവരും പല പല തരത്തിലാണ് ഉണ്ടാവുക. അതിനെയാണ് ഇവിടെ റെയിൻബോ എന്ന് ഉദ്ദേശിച്ചത്. ഓക്കെ, പല പല തരത്തിലുള്ള ആൾക്കാർ എന്നാണ്. വായിക്കാം. ബെനീത്ത് ദ ക്വയറ്റ് സ്കൈ. ബെനീത്ത് ദ ക്വയറ്റ് സ്കൈ. അതിനെ വായിക്കുക ക്വയറ്റ് എന്നാണ്. ഓക്കെ, ബെനീത്ത് എന്ന് പറഞ്ഞാൽ അടിയിൽ, താഴെ എന്ന് പറയൂലേ, അതാണ്. ക്വയറ്റ് എന്ന് പറഞ്ഞാൽ ശാന്തത. ഓക്കെ, ബെനീത്ത് ദ ക്വയറ്റ് സ്കൈ എന്ന് പറഞ്ഞാൽ ശാന്തമായ
ആകാശത്തിന് താഴെ എന്നാണ്. ഓക്കെ. ഓൺ എ വാസ്റ്റ് സാൻഡി ലാൻഡ് there was a warm and peaceful village. On a vast sandy land there was a warm and peaceful village. വിശാലമായ മണൽ നിറഞ്ഞ ഭൂമിയിൽ ഊഷ്മളവും ശാന്തവുമായ ഒരു ഗ്രാമം ഉണ്ടായിരുന്നു. വില്ലേജ് എന്ന് പറഞ്ഞാൽ ഗ്രാമം. ഓക്കെ. The villagers were simple and kind-hearted. The villagers were simple and kind-hearted. ആ ഗ്രാമവാസികൾ ലളിതരും ദയയുള്ളവരുമായിരുന്നു. ആ ഗ്രാമത്തിലെ ആൾക്കാർ നല്ല പാവങ്ങളായിരുന്നു എന്നാണ്. They had never met any outsiders. They had never met any outsiders. അവരിതുവരെയായി ആ വില്ലേജ് എന്ന് പുറത്തുള്ള ഒരാളെ കണ്ടിട്ടില്ല. They enjoyed the calm and quiet life of their village. They enjoyed the calm and quiet life of their village. അവരുടെ ഗ്രാമത്തിൽ അവർ ശാന്തമായി ആസ്വദിച്ചുകൊണ്ട് ജീവിച്ചു. One bright morning, the sun sprinkled its glowing golden light across the wide and clear sky. One bright morning, the sun sprinkled its glowing golden light across the wide and clear sky. വിശാലവും തെളിഞ്ഞതുമായ ആകാശത്ത് സൂര്യൻ അതിൻ്റെ തിളങ്ങുന്ന സ്വർണ്ണ വെളിച്ചം വിതറി. The villagers gathered in their usual spots. The villagers gathered in their usual spots. ആ ഗ്രാമവാസികൾ പതിവ് സ്ഥലത്ത് ഒത്തുകൂടി. Gathered എന്ന് പറഞ്ഞാൽ ഒത്തുകൂടി. എല്ലാവരും ഒത്തുകൂടുന്ന ഒരു പതിവ് സ്ഥലമുണ്ട്. അവിടെ വെച്ച് എല്ലാവരും ഒത്തുകൂടി. Some rested under the shade of tall trees. Some rested under the shade of tall trees. അതിൽ കുറച്ച് ആൾക്കാർ വലിയൊരു മരത്തിൻ്റെ അടിയിൽ റെസ്റ്റ് എടുത്തു. Some people sat cross-legged on the soft sand. Some people sat cross-legged on the soft sand. കുറച്ചുപേർ ആ സോഫ്റ്റ് മണലിൽ കാലുകൾ കവച്ചു വെച്ചിരുന്നു. Cross-legged, കാലുകൾ കവച്ചു വെച്ച്. A few children lay on the ground. A few children lay on the ground. കുറച്ചു കുട്ടികൾ തറയിൽ കിടന്നു. Sketching patterns in the sand with sticks. Sketching patterns in the sand with sticks. മണലിൽ വടി കൊണ്ട് ചിത്രം വരയ്ക്കുന്നു. ഒരു വടിയെടുത്ത് ആ മണലിൽ എന്തൊക്കെയോ ചിത്രം വരയ്ക്കുന്നു. ഇവരുടെ ഗ്രാമം എങ്ങനത്തെ ഗ്രാമമായിരുന്നു? വാം ആൻഡ് പീസ്ഫുൾ അല്ലേ? ഇവിടെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. വാട്ട് മേഡ് ദി വില്ലേജ് ആൻഡ് ഇറ്റ്സ് പീപ്പിൾ സ്പെഷ്യൽ? വാട്ട് മേഡ് ദി വില്ലേജ് ആൻഡ് ഇറ്റ്സ് പീപ്പിൾ സ്പെഷ്യൽ? ആ ഗ്രാമത്തെയും അതിലെ ജനങ്ങളെയും സ്പെഷ്യലാക്കിയത് എന്താ? അവരെ സ്പെഷ്യലാക്കിയത് എന്താണ്? വാം ആൻഡ് പീസ്ഫുൾ. ഹാവ് യു എവർ ഡ്രോൺ പിക്ചർ ഓൺ സാൻഡ്? വെൻ ആൻഡ് വേർ? നിങ്ങളെപ്പോഴെങ്കിലും മണലിൽ ചിത്രം വരച്ചിട്ടുണ്ടോ? എപ്പോൾ, എവിടെ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നിങ്ങൾ എപ്പോഴെങ്കിലും വരച്ചിട്ടുണ്ടോ? എവിടെയെങ്കിലും കടലിൽ പോയപ്പോഴോ വരച്ചിട്ടുണ്ടോ? എല്ലാവരും വരക്കും അല്ലേ? അടുത്ത പേജ് നോക്കിയാലോ. ദ സ്ട്രേഞ്ച് ബ്രീസ്. ദ സ്ട്രേഞ്ച് ബ്രീസ്. വിചിത്രമായ കാറ്റ്. സഡൻലി എ വാം ബ്രീസ് swept through the village and made the air feel different and magical. Suddenly a warm breeze swept through the village and made the air feel different and magical. പെട്ടെന്ന് ആ ഗ്രാമത്തിലൂടെ ഒരു ചൂടുള്ള കാറ്റ് വീശിയടിച്ചു. അന്തരീക്ഷം വ്യത്യസ്തവും മാന്ത്രികവുമായി തോന്നി. എവ്രിവൺ ലുക്ക്ഡ് അപ്വാർഡ്. എല്ലാവരും മുകളിലേക്ക് നോക്കി. വാവ്, വാട്ട് എ ബ്യൂട്ടിഫുൾ സൈറ്റ്. വാവ്, വാട്ട് എ ബ്യൂട്ടിഫുൾ സൈറ്റ്. കൊള്ളാം, എന്തൊരു മനോഹരമായ കാഴ്ച. Their eyes widened in wonder. Their eyes widened in wonder. അവരുടെ കണ്ണുകൾ അത്ഭുതത്താൽ വിടർന്നു. വൈഡ്നഡ് എന്ന് പറഞ്ഞാൽ വിടർന്നു. വണ്ടർ എന്ന് പറഞ്ഞാൽ അറിയില്ലേ? അത്ഭുതം. ആ ചൂടുള്ള കാറ്റ് വീശിയപ്പോൾ എല്ലാവരും മുകളിലേക്ക് നോക്കുകയും ഇതെന്തൊരു മനോഹരമായ കാഴ്ച എന്ന് പറയുകയും അവർ അത്ഭുതപ്പെടുകയും ചെയ്തു. കളർഫുൾ റിബൺസ് began to fall from the sky, fluttering like a butterflies. Colorful ribbons began to fall from the sky, fluttering like a butterflies.
ആകാശത്ത് നിന്ന് കളർഫുള്ളായ റിബണുകൾ ചിത്രശലഭത്തെ പോലെ താഴെ വീഴാൻ തുടങ്ങി. ഫ്ലട്ടറിംഗ് ലൈക്ക് എ ബട്ടർഫ്ലൈസ് എന്ന് പറഞ്ഞാൽ ചിത്രശലഭത്തെ പോലെ. ബ്ലൂ റിബൺസ് ഡ്രിഫ്റ്റഡ് ഡൗൺ ആൻഡ് റെഡ് വൺസ് സ്പൺ ലൈക്ക് എ മാജിക്കൽ ടോപ്പ്. ബ്ലൂ റിബൺസ് ഡ്രിഫ്റ്റഡ് ഡൗൺ ആൻഡ് റെഡ് വൺസ് സ്പൺ ലൈക്ക് എ മാജിക്കൽ ടോപ്പ്. നീല റിബണുകൾ താഴെ ഒഴുകി. ചുവന്ന റിബണുകൾ ഒരു മാന്ത്രിക ശക്തി പോലെ അവിടെ കറങ്ങി. യെല്ലോ റിബൺസ് ഫ്ലോട്ടഡ് ലൈക്ക് എ ഷെഡിങ് ഓട്ടം ലീവ്സ്. യെല്ലോ റിബൺസ് ഫ്ലോട്ടഡ് ലൈക്ക് എ ഷെഡിങ് ഓട്ടം ലീവ്സ്. ഓട്ടം എന്ന് പറഞ്ഞാൽ ഒരു മരമാണ്. ഓക്കെ, മഞ്ഞ റിബണുകൾ ഓട്ടം മരത്തിന്റെ ഇലകൾ വീഴുന്നത് പോലെ താഴെ വീഴാൻ തുടങ്ങി. ഗ്രീൻ വൺസ് ഫെൽ ലൈക്ക് എ ഫ്രഷ് ഗ്രാസ്. ഗ്രീൻ വൺസ് ഫെൽ ലൈക്ക് എ ഫ്രഷ് ഗ്രാസ്. പച്ച റിബണുകൾ പുല്ലുകൾ പോലെ താഴേക്ക് വീണു. ഈ ഫോട്ടോയിൽ കണ്ടോ, ഇതവർ കാറ്റ് വീശിയപ്പോൾ നോക്കിയതാണ്. എല്ലാവരും മുകളിലേക്ക് നോക്കുന്നത് കാണാം അല്ലേ? ഇവിടെ ചോദ്യങ്ങളുണ്ട്. വാട്ട് ഹാപ്പൻ വെൻ ദ ബ്രീസ് സ്വെപ്റ്റ് ത്രൂ ദി വില്ലേജ്? ഗ്രാമത്തിലൂടെ ആ കാറ്റ് വീശിയപ്പോൾ എന്ത് സംഭവിച്ചു? എന്താ സംഭവിച്ചത്? ഫീൽ ഡിഫറെന്റ് ആൻഡ് മാജിക്കൽ. വ്യത്യസ്തവും മാന്ത്രികവുമായി തോന്നി അല്ലേ? വിച്ച് സെന്റൻസ് ഇൻ ദ സ്റ്റോറി ഷോസ് ദാറ്റ് ദ പീപ്പിൾ വെർ സർപ്രൈസ്ഡ്? ഈ കഥയിലെ ഏത് സെന്റൻസ് ആണ് ആളുകൾ അത്ഭുതപ്പെട്ടു എന്ന് കാണിക്കുന്നത്? ഏത് സെന്റൻസാ? വാവ്, വാട്ട് എ ബ്യൂട്ടിഫുൾ സൈറ്റ്. ദെയർ ഐസ് വൈഡ്നഡ് ഇൻ വണ്ടർ. വണ്ടർ എന്ന് പറഞ്ഞാലല്ലേ അത്ഭുതം. ഈ വണ്ടർ, സർപ്രൈസ് എന്നൊക്കെ പറയൂലേ, ഇതിൻ്റെ എല്ലാം അർത്ഥം ഒന്നാണ്. വാക്കേതാ? വണ്ടർ. അപ്പൊ ഇവിടെ ചോദിച്ചത് എന്താ? സെന്റൻസ് ഏതാണ് എന്നാണ്. അപ്പൊ സെന്റൻസ് എന്ന് പറഞ്ഞാൽ വാവ്, വാട്ട് എ ബ്യൂട്ടിഫുൾ സൈറ്റ്, ദെയർ ഐസ് വൈഡ്നഡ് ഇൻ വണ്ടർ. ഇതാണ്. ഓക്കെ, അടുത്ത പേജിലേക്ക് പോവാം. റിബൺസ് ഓഫ് വണ്ടർ. റിബൺസ് ഓഫ് വണ്ടർ, അത്ഭുതത്തിന്റെ റിബൺ എന്നാണ്. ദ വില്ലേജേഴ്സ് റാൻ ആൻഡ് ഈഗർലി ഗ്രാബ് ദി റിബൺസ്. ദ വില്ലേജേഴ്സ് റാൻ ആൻഡ് ഈഗർലി ഗ്രാബ് ദി റിബൺസ്. അവിടുത്തെ ഗ്രാമവാസികൾ ഓടിച്ചെന്ന് ആവേശത്തോടെ റിബണുകൾ പിടിച്ചു. They tied them around themselves. They tied them around themselves. അവർ അതിനെ അവർക്ക് ചുറ്റും കെട്ടി. ഈ ഫോട്ടോ നോക്കിക്കേ, ഈ റിബണുകൾ അവരുടെ ശരീരത്തിൽ അവർ വലിച്ചു കെട്ടി. They tied them around themselves. The color of the ribbons seemed to spread on their skin. The color of the ribbons seemed to spread on their skin. അതവർ ശരീരത്തിൽ കെട്ടിയപ്പോൾ അതിൻ്റെ കളർ അവരുടെ ദേഹത്ത് പിടിച്ചതായി തോന്നി. ലില്ലീസ് ബ്ലൂ റിബൺ മേഡ് ഹെർ റിസംബിൾ ദ സ്കൈ. ലില്ലീസ് ബ്ലൂ റിബൺ മേഡ് ഹെർ റിസംബിൾ ദ സ്കൈ. ലില്ലിയുടെ നീല റിബൺ അവളെ ആകാശത്തെ പോലെയാക്കി. മാക്സിസ് റെഡ് റിബൺ മേഡ് ഹിം ബീം ലൈക്ക് ദ സെറ്റിംഗ് സൺ. മാക്സിന്റെ ചുവന്ന റിബൺ അസ്തമിക്കുന്ന സൂര്യനെ പോലെ അവനെ പ്രകാശിപ്പിച്ചു. മിയാസ് ഗ്രീൻ റിബൺ ഗേവ് ഹെർ ദ ലുക്ക് ഓഫ് എ ലഷ് ഗ്രീൻ ഫോറസ്റ്റ്. മിയാസ് ഗ്രീൻ റിബൺ ഗേവ് ഹെർ ദ ലുക്ക് ഓഫ് എ ലഷ് ഗ്രീൻ ഫോറസ്റ്റ്. മിയയുടെ പച്ച റിബൺ അവളെ പച്ചപ്പ് പിടിച്ച ഫോറസ്റ്റിനെ പോലെയാക്കി, പച്ചപ്പ് പിടിച്ച കാടിനെ പോലെയാക്കി. ലിയോസ് യെല്ലോ റിബൺ മേഡ് ഹിം ഷൈൻ ലൈക്ക് ദ സൺ. ലിയോസ് യെല്ലോ റിബൺ മേഡ് ഹിം ഷൈൻ ലൈക്ക് ദ സൺ. ലിയയുടെ മഞ്ഞ റിബൺ അവനെ സൂര്യനെ പോലെ പ്രകാശിപ്പിച്ചു. They danced and played. അവർ ഡാൻസ് കളിക്കുകയും ചെയ്തു. ഡാൻസ് എന്ന് പറഞ്ഞാൽ നൃത്തം, നൃത്തം ചെയ്യുകയും കളിക്കുകയും ചെയ്തു. It looked like vibrant plumes of a peacock. It looked like vibrant plumes of a peacock. Peacock എന്നാൽ എന്താ? മയില്. പ്ലൂംസ് എന്ന് കണ്ടോ? പ്ലൂംസ് എന്ന് പറഞ്ഞാൽ മയിലിന്റെ തൂവലില്ലേ, അതിനാണ് പ്ലൂംസ് എന്ന് പറയാം. അതൊരു മയിലിന്റെ തൂവൽ പോലെ വർണ്ണാഭമായി കാണപ്പെട്ടു. മയിലിന് കുറെ കളറില്ലേ, അതുപോലെ ഇവരെ കാണപ്പെട്ടു. ഇവിടെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. വാട്ട് ഹാപ്പൻഡ് വെൻ ദേ ടൈഡ് ദ റിബൺസ് അറൗണ്ട് ദെയർ ബോഡി? അവർ ശരീരത്തിൽ റിബൺ കെട്ടിയില്ലേ, അപ്പോൾ എന്ത് സംഭവിച്ചു? ദ റിബൺസ് സീംഡ് ടു സ്പ്രെഡ് ഓൺ ദെയർ സ്കിൻ. അതവരുടെ ചർമ്മത്തിൽ പറ്റിപ്പിടിക്കുന്നതായി തോന്നി അല്ലേ?
വാട്ട് കൈൻഡ് ഓഫ് ചേഞ്ചസ് ഡിഡ് ദ റിബൺസ് ബ്രിങ് ദി പീപ്പിൾ? റിബണുകൾ ആളുകളിൽ എന്ത് തരത്തിലുള്ള മാറ്റമാണ് കൊണ്ടുവന്നത്? എന്ത് മാറ്റമാണ് കൊണ്ടുവന്നത്? ആദ്യം അവർ ക്വയറ്റ് ആയിരുന്നു, അവർ സൈലന്റ് ആയിരുന്നു, അല്ലേ? ഇപ്പോൾ അവരെന്താ ചെയ്യുന്നത്? ദ ഡാൻസ്ഡ് ആൻഡ് പ്ലേഡ്. ഇപ്പോൾ അവർ ഡാൻസ് കളിക്കുകയും കളിക്കുകയൊക്കെ ചെയ്യുന്നു, അല്ലേ? ആദ്യം അവർ സൈലന്റ് ആയിരുന്നു, ക്വയറ്റ് ആയിരുന്നു. ഈ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. 4ാം ക്ലാസ്സിൻ്റെ എല്ലാ വീഡിയോകളും 4ാം ക്ലാസ് എന്ന പ്ലേലിസ്റ്റിൽ ഉണ്ടായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യണേ.